സുദിനം, സഞ്ചാരത്തിൻ സ്വാതന്ത്ര്യത്താൽ പുളകിതമാകും സുദിനം, പുളകിതമാകും സുദിനം. പാലൂർക്കാവും തെക്കേമലയും സസ്യവിളകളുടെ കേന്ദ്രമായ ഇടുക്കി ജില്ലയുടെ എസ്റ്റേറ്റ് മേഖലകളിലൊന്നായ പീരുമേട് താലൂക്കിലെ തികച്ചും കാർഷിക മേഖലകളായ 2 ഗ്രാമങ്ങളാണ്. ഇവിടെ ഒരു ഹൈന്ദവ ക്ഷേത്രവും പള്ളികളും പള്ളിക്കൂടവും സർക്കാർ ആശുപത്രിയും ടെലിഫോൺ എക്സ്ചേഞ്ചും ഒരു ബാങ്കും പ്രവർത്തിക്കുന്നു. ഇവിടെ പള്ളിയും ഹൈസ്കൂളും സാംസ്കാരിക നിലയവും മറ്റ് സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നു. ഈ പ്രദേശത്തുള്ളവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള മുറവിളിയും സമരവും തുടങ്ങിയിട്ട് 30-ലധികം വർഷങ്ങൾ കഴിഞ്ഞു. ഈ പ്രദേശത്തേക്കുള്ള ഏക ഗതാഗത മാർഗം കോട്ടയം കുമളി റോഡിൽ 35-ാം മൈലിൽ ആരംഭിച്ച് TR&T കമ്പനി വഴി കടന്നുപോകുന്ന പാലൂർക്കാവ് തെക്കേമല റോഡാണ്. ഇവിടുത്തെ കുടിയേറ്റക്കാർ തന്നെ വെട്ടിയ റോഡാണിത്. ഇവിടുത്തെ ജനങ്ങൾക്ക് ആശുപത്രിയിൽ പോകുന്നതിനോ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ കാർഷിക വിഭവങ്ങൾ വിൽക്കുന്നതിനോ തുടങ്ങി മറ്റേതൊരാവശ്യത്തിനും ഈ റോഡല്ലാതെ മറ്റ് യാതൊരു മാർഗവുമില്ല. എന്നാൽ TR&T കമ്പനി ഇവിടെ വന്നത് മുതൽ ഈ റോഡിൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ തുടങ്ങി. സർവീസ് ബസ്സുകൾക്ക് ഭാരിച്ച സെക്യൂരിറ്റിയും ടോളും ഏർപ്പെടുത്തി. സാധനങ്ങൾ കയറ്റിവരുന്ന മറ്റു വാഹനങ്ങൾക്കും ദുർവഹമായ ടോൾ ഏർപ്പെടുത്തി. ടോൾ വാങ്ങിയിരുന്നെങ്കിലും റോഡ് നന്നാക്കാൻ കമ്പനി ഒരിക്കലും മെനക്കെടാറില്ല. ആവശ്യത്തിനുള്ള ബസ് സർവീസ് നടത്തുവാൻ ബസ് ഉടമകൾക്ക് പെർമിറ്റ് നൽകുവാൻ പോലും കമ്പനിക്ക് താൽപര്യമുണ്ടായിരുന്നില്ല. റോഡിനു വേണ്ടിയുള്ള ആദ്യ സമരം 971-ലാണ്. 71 ജനുവരി 1-ാം തീയതി മുതൽ പെരുവന്താനം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള സമരം 36 ദിവസം നീണ്ടുനിന്നു. തുടർന്ന് ഫെബ്രുവരി 5-ാം തീയതി അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി യശശരീരനായ ശ്രീ TK ദിവാകരന്റെ നേതൃത്വത്തിൽ ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തി. അദ്ദേഹം ഈ പ്രദേശങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു. ഒത്തുതീർപ്പ് വ്യവസ്ഥകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് TR&T കമ്പനി വീണ്ടും ഗേറ്റ് സ്ഥാപിക്കാൻ ശ്രമം നടത്തി. വീണ്ടും ബഹുജന സമരത്തിലൂടെ പാലൂർക്കാവ് തെക്കേമല നിവാസികൾ അതിനെ നേരിട്ടു. വിവിധ കാലങ്ങളിൽ 12ഓളം ഗേറ്റുകൾ നാട്ടുകാരുടെ സമരത്തിനു മുമ്പിൽ തകർന്നു വീണു. ഇതേ തുടർന്ന് 17ഓളം കേസുകൾ കോടതിയിലെത്തി. മുഴുവൻ കേസുകൾക്കും ജനങ്ങൾക്ക് അനുകൂലമായ വിധിയാണ് ലഭിച്ചത്. കാലാകാലങ്ങളിൽ വന്ന ഗവൺമെന്റിന് മുൻപിൽ ഇതിനുവേണ്ടി നിവേദനം നൽകിയെങ്കിലും അനുകൂലമായ പ്രതികരണമൊന്നും ലഭിച്ചില്ല. തുടർന്ന് 987 നിയമസഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുവാൻ ജനങ്ങൾ ശ്രമിച്ചെങ്കിലും അതും ഫലം കണ്ടില്ല. 990 നവംബർ 18-ന് ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും മുണ്ടക്കയം ടൗൺ ചുറ്റി പ്രകടനം നടത്തുകയും അന്നു മുതൽ അന്നത്തെ പീരുമേട് MLA ശ്രീ KK തോമസ് 3 ദിവസത്തെ നിരാഹാര സത്യാഗ്രഹം നടത്തി. അതിന്റെ ഫലമായി സ്പീക്കർ വർക്കല രാധാകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ
ഇതിനു പകരം മറ്റൊരു റോഡ് അനുവദിക്കാമെന്ന് ഒത്തുതീർപ്പിലെത്തിയെങ്കിലും അതും കമ്പനി പാടെ നിഷേധിച്ചു. ഫെബ്രുവരി മാസത്തിൽ TR&T കമ്പനിയുടെ 50-ാം വാർഷികാഘോഷം എന്ന പേരിൽ ആർച്ചും ഗേറ്റും സ്ഥാപിക്കാൻ വീണ്ടും കമ്പനി രംഗത്ത് വന്നു. വ്യക്തമായ ബഹുജന പ്രക്ഷോഭണത്തിലൂടെ ജനം ഈ ശ്രമത്തെയും പരാജയപ്പെടുത്തി. കമ്പനിയുമായുള്ള ഒത്തുതീർപ്പിനു വേണ്ടി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഇടുക്കിയിലും പീരുമേട്ടിലും മുണ്ടക്കയത്തും പല പ്രാവശ്യം ചർച്ചകൾ നടത്തിയെങ്കിലും അതും വിജയത്തിലെത്തിയില്ല. അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ CT അഹമ്മദ് അലിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിൽ നടന്ന ചർച്ചകളിൽ ശ്രീ ഉമ്മൻചാണ്ടി, ശ്രീ KK തോമസ്, ഈ പ്രദേശത്തിന്റെ പ്രതിനിധികൾ, മറ്റു പൊതുമരാമത്ത് വകുപ്പിലെ പ്രമുഖ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തെങ്കിലും അതും വിജയത്തിലെത്തിയില്ല. പിന്നീട് നാട്ടുകാർ പല പ്രത്യക്ഷ സമര പരിപാടികളും നടത്തി. പിന്നീട് നാട്ടുകാർക്കെതിരായ കേസുകളിൽ തൊടുപുഴ മുനിസിപ്പൽ കോടതിയും ജില്ലാ കോടതിയും ജനങ്ങൾക്കെതിരായി വിധി പ്രസ്താവിച്ചു. തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ച ജനത്തോട് ജില്ലാ കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ കൊടുക്കാൻ വിധിയായി. വീണ്ടും ജില്ലാ കോടതിയിൽ വെച്ച് മുനിസിപ്പൽ കോടതിയിൽ വാദിച്ചു തീർക്കാൻ വിധിയാവുന്നു. മുനിസിപ്പൽ കോടതിയിൽ ജനങ്ങൾക്ക് അനുകൂലമായ വിധിയുണ്ടായി. ഈ ബഹുജന പ്രക്ഷോഭണത്തെ തുടർന്ന് 2 മുനിസിപ്പൽ കോടതികളിലായി 4 ക്രിമിനൽ കേസുകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. ശ്രീ CA കുര്യൻ പീരുമേട് MLA ആയതോടുകൂടി സമരത്തിന് പുതിയ മുഖം കൈവന്നു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ PJ ജോസഫിന്റെ സഹായത്തോടുകൂടി സ്ഥലം പൊന്നും വിലയ്ക്ക് ഏറ്റെടുത്ത് ഗ്രാമീണ ജനതയ്ക്ക് നൽകുവാൻ ഭരണാനുമതി ലഭിച്ചു. അതിനുള്ള തുക ബഡ്ജറ്റിൽ വകകൊള്ളിച്ച് റോഡ് മേജർ ഡിസ്ട്രിക്ട് റോഡായി പ്രഖ്യാപിച്ചു. ഗ്രാമീണ ജനതയ്ക്ക് വേണ്ടി ഒരു സ്വകാര്യ ഭൂമി റോഡിനു വേണ്ടി ഏറ്റെടുത്ത് കൊടുക്കുന്നത് അങ്ങനെ കേരളത്തിലെ ആദ്യ ചരിത്ര സംഭവമായി മാറി. ഈ റോഡിന്റെ ഉദ്ഘാടനം 1999 മെയ് 3-ന് ബഹുമാനപ്പെട്ട നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ CA കുര്യന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ PJ ജോസഫ് നിർവഹിച്ചു. തെക്കുവടക്ക് പർവ്വതനിരകൾ പാലൂക്കാവല്ലോ, തെക്കുവടക്ക് പർവ്വതനിരകൾ പാലൂക്കാവല്ലോ, തെക്കേ മലയുടെ നിറവയിലെത്താൻ റോഡും നല്ലേ ഉള്ളൂ, നമുക്ക് റോഡും നല്ലേ ഉള്ളൂ. മാമല നാട്ടിൽ പൂമഴ പെയ്യും പൊൻദിനമാണ് ഈ സുദിനം, സഞ്ചാരത്തിൻ സ്വാതന്ത്ര്യത്താൽ പുളകിതമാകും സുദിനം, പുളകിതമാകും സുദിനം. സമരപ്പന്തൽ ഉയർത്തി നമ്മൾ കാൽനടജാഥ നടത്തി, പോലീസ് കേസുകൾ കോടതി മുറികൾ കയറിയിറങ്ങി നമ്മൾ, കയറിയിറങ്ങി നമ്മൾ. മാമല നാട്ടിൽ പൂമഴ പെയ്യും പൊൻദിനമാണ് ഈ സുദിനം, സഞ്ചാരത്തിൽ സ്വാതന്ത്ര്യത്താൽ പുളകിതമാകും സുദിനം, പുളകിതമാകും സുദിനം. കൊടുത്തും കാല് പിടിച്ചും കേണു വിളിച്ചവൾ നമ്മൾ, കുണ്ടും കുഴിയും നികത്തി നികത്തി കോടതി കയറി നമ്മൾ, കോടതി കയറി നമ്മൾ. നാട്ടിൽ പൂമഴ പെയ്യും പൊൻദിനമാണ് ഈ സുദിനം, സഞ്ചാരത്തിൽ സ്വാതന്ത്ര്യത്താൽ പുളകിതമാകും സുദിനം, പുളകിതമാകും സുദിനം. നീതി നടത്താൻ ധൈര്യം കാട്ടിയ സർക്കാരേ, കേരള സർക്കാരേ,
പറക്ക